ഹായ് ഗൈസ്, വെൽക്കം ടു ദ റോയൽ ഫുഡ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റോഡ് സൈഡിലൊക്കെ കടകളിൽ ബേക്കറിയിലൊക്കെ 20 രൂപ ഷാർജ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും ചില സ്ഥലങ്ങൾക്ക്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ചേരുന്നതെന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. 20 രൂപ ഷാർജ. അപ്പോൾ കുറച്ച് സാധനങ്ങളുണ്ടാവും. ഞാനിപ്പോൾ അതിൻ്റെ കുറച്ചൊക്കെ ക്വാണ്ടിറ്റി കൂട്ടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ കൂടുതൽ ചേർക്കും. അല്ലാതെ അതിൽ വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. എന്തൊക്കെ ഐറ്റംസാണ് അതിൽ ചേരുന്നതെന്ന് 20 രൂപ ഷാർജയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരു കവറ് നല്ല ഫ്രീസായ പാല്, നല്ല കട്ട പിടിച്ചിരിക്കുന്ന പാലാണിത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മയപ്പെടുത്തി, അതായത് ഒരു നമ്മൾ പിതുക്കുമ്പോഴേക്കും പിതുങ്ങുന്ന ടൈപ്പിലോട്ടാക്കി എടുക്കണം. അതിന് നമുക്ക് ആദ്യം ഒരു കരണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ഒന്ന് ചതയ്ക്കണം അടിച്ച്. നിങ്ങളിപ്പോൾ വീട്ടിൽ സാധാ പാലാണ് ഇതേപോലെ തല്ലുന്നതെങ്കിൽ ഒരു കവറിനകത്തിട്ട് ഇതേപോലെ തല്ലിയെടുക്കുക. നമ്മുടെ സൊസൈറ്റിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പാലാണെങ്കിൽ. അല്ലാതെ കവർ പാലാണെങ്കിൽ ഇതുപോലെ വെച്ച് തല്ലിയാൽ മതി. തല്ലുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കവർ പൊട്ടാതെ നോക്കണം. ഇത് ഓവറായിട്ട് തല്ലിക്കഴിഞ്ഞാൽ കവർ പൊട്ടും. കണ്ടാ, ഇങ്ങനെ ആവണം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിന് കറക്റ്റ് പരുവത്തിൽ വരുള്ളൂ. ഇനി ഇതിനെ മിക്സിയിലിട്ട് അടിക്കേണ്ടതാണ്, പക്ഷേ ആദ്യമേ നമ്മൾ ഇങ്ങനെ ചെയ്ത് വയ്ക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി മിക്സിയുടെ പരിപാടി ചെയ്യാം. ഓഫാക്കുന്നു. അപ്പോൾ നമ്മളിതാ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ജാറിലോട്ട് ഇതിനെ നമുക്ക് പൊട്ടിച്ച് ഒഴിക്കാം. കത്തി. അപ്പോൾ ആദ്യം ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് കപ്പലണ്ടി കടയിൽ ഇത്രയും ചേർക്കത്തില്ല. അല്ലാതെ നമ്മൾ വീട്ടിലെത്തി ഉണ്ടാക്കുന്നതാണ് കുറച്ച് കൂടുതൽ എടുത്തത്. ഇതിലൊരു പകുതി മുക്കാലോളം ഇട്ട് ഈ പഞ്ചസാര, ആവശ്യത്തിന് പഞ്ചസാര അതൊരു 3 സ്പൂണ്, ഒരു 3 ടേബിൾ സ്പൂണ് കണക്കിന് ഇട്ടാൽ മതി. ഇനി നമുക്ക് ഇതിന് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പോകും. ഇത് പൊടിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 പഴം, ചെറിയ പഴം 2 എണ്ണം, ഈ 2 പഴവും കൂടെ ഇതിലോട്ട് ചേർക്കാം. പഴവും 2 കവർ ബൂസ്റ്റ്, 5ന്റെ 2 കവർ ബൂസ്റ്റ് കൂടെ എടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഇതിനോട് ചേർക്കാം. ഇതൊക്കെ ആദ്യം ഇടുന്നതെന്ന് വെച്ചാൽ എന്നാലേ പാലൊഴിക്കുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് മിക്സായി വരത്തുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ കട്ട പിടിച്ച് സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. അതുകൊണ്ടാണ് ആദ്യമേ ഇത് ഒഴിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് അടിച്ച് സെറ്റാക്കി എടുക്കാം. അരഞ്ഞെന്ന് തോന്നുന്നു. ഓക്കെ, അരഞ്ഞത് ക്രീം പരുവത്തിലായിട്ടുണ്ട്. ക്രീം പരുവത്തിൽ നമുക്കിതിലോട്ട് ഇനി ഈ പാലിനെ പൊട്ടിച്ചൊഴിക്കും. എല്ലാ പാലും ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇതിന് സ്പൂൺ കൊണ്ടൊന്ന് താത്ത് വെച്ച് കൊടുത്തിട്ട് അടിച്ചെടുക്കുക. അല്പം കുറച്ചുകൂടെ വേണമെങ്കിൽ പഞ്ചസാര ഇതിൻ്റെ മീതെ ഒന്ന് ആഡ് ചെയ്തത്. നമുക്ക് ഇതിനെ ഇനി അടിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ നന്നായിട്ട് അരഞ്ഞിട്ടില്ല. ഒരല്പം നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇത്
പെട്ടെന്ന് അരയത്തില്ല. കുറച്ച് മാത്രമേ വെള്ളം ഒഴിക്കാം, ഓവറായിട്ട് പോകരുത്. എന്നാൽ മുട്ട ലൂസായി ഒരു 2 സ്പൂൺ വെള്ളം ഇളക്കി കൊടുത്തിട്ട് മിക്സിയിലേക്ക്. ചിലപ്പോൾ മിക്സി കട്ടിയായതുകൊണ്ട് മിക്സി ചിലപ്പോൾ പണി. ഏതാണ്ട് ആയിട്ടുണ്ട്, എന്നാലും ഒന്ന് അടിച്ചെടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഏതാണ്ട് ഷാർജ് ചെയ്ത് ആയിട്ടുണ്ട്. ആ തിക്നെസ് നിർത്താൻ വന്നിട്ടുണ്ട്, എന്നാലും ഒന്ന് അടിച്ചെടുക്കുന്നത് ഏറ്റവും നല്ലത്. അപ്പോഴേക്കും ഉടയാതെ കിടക്കുന്ന പാലിൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് അങ്ങനെ അറിയാൻ തോന്നുന്നു. ഓക്കെ, ഇതാ ഷാർജ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഗ്ലാസ്സിലോട്ട് ഇതിനെ മാറ്റാം. ആദ്യം കുറച്ച് കപ്പലണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കപ്പലണ്ടി ആദ്യം കുറച്ച് ഇട്ടതിന് ശേഷം അതിൻ്റെ മീതെയായിട്ട് ഇതിന് നമുക്ക് ഒഴിക്കും. നല്ല കട്ടിയുണ്ട് കേട്ടോ, സൂപ്പർ കട്ടിയായിട്ടിരിക്കുകയാണ് സാധനം. ഇതിൻ്റെ മീതെയായിട്ട് നമുക്ക് ബാക്കിയുള്ള കുറച്ച് കപ്പലണ്ടി കൂടെ ഇട്ടേക്കാം. കഴിക്കുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ കടയിലൊക്കെ കഴിക്കുമ്പോൾ അറിയാൻ പറ്റും, കുറേ ചവയ്ക്കാനൊക്കെ ഉണ്ടാവും. അത് ചില പറ്റി ഇതേപോലെ കിട്ടും. മതി, പിന്നെ ഒഴിച്ച് കഴിഞ്ഞാൽ കളയാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഷാർജ, അതായത് നമുക്ക് 20 രൂപ കിട്ടുന്നത്. ഇതിപ്പോൾ ഇതിൽ ഇനിയും ബാക്കിയുണ്ട്. നമ്മൾ 1 കിലോ സാധനമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിൻ്റെയും ബാക്കിയുണ്ട്. പക്ഷേ കടയിൽ ഇത്ര വലിയ ഗ്ലാസ്സിൽ കിട്ടത്തില്ല. കുറച്ചുകൂടെ ചെറിയ ഗ്ലാസ്സിൽ 20 രൂപയ്ക്കുള്ള ഷാർജ കിട്ടത്തുള്ളൂ. അപ്പോൾ വീട്ടിലുണ്ടാക്കണമെങ്കിൽ ഇതേപോലെ ഇത്രയും സാധനങ്ങൾ ആവശ്യം വരുള്ളൂ. പിന്നെ വേണമെങ്കിൽ ഇതുപോലെ വാങ്ങിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇതും കൂടെ വെക്കും. കുറച്ച് ചെറുവരെയും അത് പൊടിഞ്ഞു. അപ്പോൾ വീട്ടിൽ സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്. സൂപ്പർ ടേസ്റ്റ് എന്ന് വെച്ചാൽ സൂപ്പർ സാധനം. ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. അതായത് പഴം, പഞ്ചസാര, പാല്, പിന്നെ ബൂസ്റ്റ്. ഹോർലിക്സ് ഇട്ടാൽ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ബൂസ്റ്റാണ്. ബൂസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിട്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് വല്ല എസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, വല്ല ഫ്ലേവർ ആയിട്ട് വേണമെങ്കിൽ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഞാൻ നിജു. ഗുഡ് ബൈ.